ഹരിദാസ്, ഗവർണറുടെ സുരക്ഷാ വീഴ്ചയിൽ നടപടി കടുപ്പിക്കുമോ കേന്ദ്രം? ഗവർണറുടെ സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്രം നടപടി കടുപ്പിക്കണം. പക്ഷെ അത് എത്രത്തോളം ഇപ്പോഴത്തെ അവസ്ഥയിൽ മുൻപോട്ട് പോകും? കാരണം പാർലമെന്റിൽ നടക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അതിനൊരു മൊത്തത്തിലുള്ളൊരു തണവ് നമ്മുടെ നാട്ടിലിപ്പോൾ ഈ ധനുമാസത്തിലെ തണവ് പോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ കേന്ദ്രം കുറച്ചൊരു തണവ് കാണിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഭാവി എന്താകുമെന്നുള്ളത് കണ്ടറിയണം. കാരണം ഇവിടുത്തെ പോലീസുകാരെ ഒരു നിലയ്ക്കും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ളതിൻ്റെ പ്രഥമോദാഹരണമാണ് ഒരു ഗവർണറുടെ സഞ്ചാരപാതയുടെ വിവരം അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട വിവരം പോലും ചോർത്തി കൊടുക്കാൻ ഇവിടുത്തെ പോലീസുകാർ തയ്യാറായി എന്ന് പറയുമ്പോൾ കേരള പോലീസിനെ ഇവിടുത്തെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? SFIക്കാർ സമരം നടത്തുമ്പോൾ ഒരു പെൺകുട്ടിയുടെ കണ്ണീരൊപ്പി കവിളത്ത് തട്ടി കൊണ്ടുപോകുന്ന അതേ പോലീസ് തന്നെയാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഒരു വനിതയുടെ ഡ്രസ്സ് വലിച്ചു കീറുന്നത് കണ്ടത്. പക്ഷപാതിത്വപരമായിട്ട് പെരുമാറുന്നത് പോലീസിൻ്റെ എല്ലാ കാലത്തും ശീലമാണ്. പക്ഷേ അത് ജനങ്ങൾക്ക് പക്ഷപാതിത്വപരമല്ലാതെയാണ് പോലീസ് പെരുമാറുന്നതെന്ന് തോന്നിപ്പിക്കേണ്ട ചുമതല സംസ്ഥാനം ഭരിക്കുന്ന അല്ലെങ്കിൽ ആ പോലീസിനെ ഭരിക്കുന്ന സർക്കാരിൻ്റെ ചുമതലയാണ്. കേരളത്തിലെ ക്രമസമാധാന നില അങ്ങേയറ്റം അപകടകരമായൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനിവിടെ മറ്റുള്ളവർ സംസാരിച്ചതൊന്നും കേട്ടിട്ടില്ല, പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ബലദേവ് സച്ചിദാനന്ദ്. പക്ഷേ എനിക്ക് വേണുവിനോട് മറുപടി പറയാൻ അനിൽ നമ്പ്യാർ എനിക്ക് സമയം തരണം. ഈ രാഷ്ട്രീയ അന്തർധാര കോൺഗ്രസും CPM തമ്മിലും ഇല്ലേ ശ്രീ വേണു? മാത്രമല്ല, ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ്, എന്നോടേക്കിപ്പോൾ ഒരു വാട്സപ്പ് മെസ്സേജ് വന്നതാണ്. അങ്ങിപ്പോൾ ഈ വീറോടും വാശിയോടും കൂടി സംസാരിക്കുന്നുണ്ട്. 2026 തെരഞ്ഞെടുപ്പിൽ ഈ പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ താങ്കളെപ്പോലുള്ളവർക്ക് ഇങ്ങനെ ഉറച്ചു നിന്നുകൊണ്ട് സംസാരിക്കാൻ പറ്റുമോ? അതോ മറുഭാഗത്തേക്ക് പോലും ഇപ്പോൾ BJPയിലേക്ക് ഇവിടെ പോയിട്ട് കാര്യമില്ല. BJPക്കാരെ യാതൊരു കാരണവശാലും അവരിപ്പോൾ ഈ CPMൻ്റെ പാളയത്തിലേക്ക് ചേക്കേറില്ലേ വിചാരിക്കുക. കാരണം കേന്ദ്രത്തിലും 10-15 സംസ്ഥാനങ്ങളിലും ഭരണമുള്ള കാലം കൊണ്ട്. പക്ഷേ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ അവസ്ഥ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ നോക്കി നോക്കൂ, അതായത് അനിൽകുമാർ, പ്രശാന്ത്, ഇപ്പം അവസാനം ഗോപിനാഥ്, എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേണു, നിങ്ങളെൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. താങ്കൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഇങ്ങനത്തെ രാഷ്ട്രീയക്കാർ ചാനൽ ചർച്ചകൾക്ക് വന്നിരിക്കണമെന്ന അഭിപ്രായമുണ്ട്. പക്ഷേ താങ്കളും ഇങ്ങനെ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാ കാലത്തും സംസാരിക്കുമെന്നുള്ളതിന് എന്താണ് ഉറപ്പുള്ളത്? CPMും കോൺഗ്രസും തമ്മിലുള്ള അന്തർധാര നമ്മൾ വിളിച്ചു പറഞ്ഞതൊരു CPIയുടെ നേതാവ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുകയാണ്. സെക്രട്ടേറിയറ്റ് വളയിൽ ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്രട്ടേറിയറ്റ് വളയിൽ അർദ്ധ സൈനിക വിഭാഗത്തിലെ ഇറക്കല്, ഞാൻ അതിൻ്റെ മുഴുവൻ വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷെ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടിട്ട് എന്തേ ആ സമരം CPM പിൻവലിച്ചതെന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ പുസ്തകം വളരെ കൗതുകത്തോടു കൂടി വളരെ തിരക്കേറി ഞാൻ വരുത്തിയിട്ട് ഞാൻ വായിച്ചു നോക്കിയിട്ട് അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് എന്തേ പ്രതിപാദിക്കാഞ്ഞത്? എന്ത് അന്തർധാരയുടെ പേരിലാണ് CPM ആ സമരം നിർത്തിയത് എന്നുള്ളത്? അപ്പോൾ ഈ അന്തർധാരയുടെ കാര്യം താങ്കൾ ദയവ് ചെയ്തിട്ട് പറയരുത്. അന്തർധാര എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ അന്തർധാരയുണ്ട്. അതായത് 1974 തെരഞ്ഞെടുപ്പിൽ KG മാരാരുടെ BJPയുടെയും KG മാരാരുടെയും പിന്തുണയോട് കൂടിയിട്ട് ഇപ്പോഴത്തെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നതിൻ്റെ വാൾ പോസ്റ്ററാണിത്. അപ്പോൾ ഈ അന്തർധാരയുടെ കാര്യമൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾ സാധാരണക്കാരായ നികുതിദായകരെ നിങ്ങൾ അങ്ങനെ എന്താ പറയുക പൊട്ടന്മാരാക്കരുത് എന്നൊരു അപേക്ഷയുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഗവർണറുടെ കാര്യമാണ്. ഞാൻ പ്രധാനമായിട്ട് അതിൽ വേണു പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേരളം ആയതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് അവിടെ വരാനും ഈ കുട്ടികളോടും അതുമാതിരി തന്നെ അവിടെ അലുവ വാങ്ങി കഴിക്കാനൊക്കെ സാധിച്ചതെന്ന് പറയുന്ന മുഖ്യമന്ത്രി പ്രതിദിനം 4 പേരെയെങ്കിലും നമ്മളൊന്നും അറിയാതെ അദ്ദേഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പോലീസുകാരെ അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ അതോ ഇവിടുത്തെ ക്രമസമാധാന നിലയിൽ ആശങ്കയുള്ള ഒരു ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ടാണോ എന്ന് അദ്ദേഹം പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം നിത്യേന 2.5 കിലോമീറ്ററാണ് ക്ലിഫ് ഹൗസിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്കുള്ളത്. ഈ 2.5 കിലോമീറ്റർ ദൂരത്തിലാണ് അദ്ദേഹത്തിൻ്റെ വാഹനനിര കടന്നു പോകുന്നത്. ഈ നവകേരള സദസ്സ് തുടങ്ങുമ്പോൾ ഈ ചർച്ചയിൽ ഇതുമാതിരി തന്നെ ജനത്തിൻ്റെ ചർച്ചയിലും മറ്റ് ചാനൽ ചർച്ചകളിലും എൻ്റെ കൂടെ പങ്കെടുത്തിട്ടുള്ള എല്ലാ CPMൻ്റെ പ്രതിനിധികളും CPM നേതാക്കളും CPMൻ്റെ തന്നെ CPMൻ്റെ നമ്മൾ പറയില്ലേ പ്രവർത്തകരും പറഞ്ഞിരുന്നത് വാഹന വ്യൂഹങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രീ ആന്റണി രാജു ഇത് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം പറഞ്ഞു, വാഹന വ്യൂഹങ്ങളുടെ ആധിക്യം കൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ആരാണ് ഇവരോട് ഈ വാഹന വ്യൂഹത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കാൻ പറയണത്? ഇവർ ഈ മന്ത്രിമാർക്ക് ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ജനങ്ങൾക്ക് കാണാനും ജനങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം. പക്ഷേ വാഹന വ്യൂഹം ഓരോ മന്ത്രിമാരുടെയും വാഹന വ്യൂഹവും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹവും തടസ്സമാകുമെന്ന നിലയ്ക്കാണ് ഒരു ബസ്സിൽ സഞ്ചരിക്കുന്നത്.
പക്ഷെ ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഈ 21 മന്ത്രിമാർ പോണതിൻ്റെ പിന്നിൽ ഏകദേശം 60 വരെ എണ്ണാൻ ഞാൻ സാധിച്ചു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് സ്പീഡ് കൂടി, അപ്പോൾ എനിക്ക് എണ്ണാൻ പറ്റിയില്ല. 10-65 വാഹനങ്ങൾ ഒഴുകി പോകുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഈ കേരളത്തിലെ പോലീസിനെ വിശ്വാസമില്ല, കേരളത്തിലെ ജനങ്ങളെ വിശ്വാസമില്ല, അതുപോലെ തന്നെ കേരളത്തിൻ്റെ ക്രമസമാധാന നില എത്രത്തോളം തകർന്നു എന്ന കാര്യത്തിൽ അവർക്ക് യാതൊരു വിശ്വാസമില്ല. അനിൽ നമ്പ്യാർ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയുക, ഇവർ ഈ 91 സീറ്റിൽ നിന്നും 99 സീറ്റായിട്ടുള്ള ഒരവസ്ഥയെ കുറിച്ചിട്ടാണ് ഇവർ അവകാശവാദം പറയുന്നത്. അങ്ങനെ ഞങ്ങളെ അധികാരത്തിൽ കയറ്റി അബദ്ധം പറ്റാത്ത ജനങ്ങളില്ല. ഇപ്പോൾ ഞാൻ ഈ 2-3 പ്രാവശ്യം കബളിപ്പിക്കപ്പെട്ടത് എന്താണെന്ന് പറയുക, എറണാകുളത്തൊക്കെ നിങ്ങൾ തിരുവനന്തപുരത്തും കാണുന്നുണ്ടായിരിക്കും, വീട്ടിലെ ഊണ് എന്ന് ബോർഡ് വെച്ചിട്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു പുതിയ പരിപാടിയുണ്ട്. നമ്മളെല്ലാവരും കയറി ചെല്ലും. ഈ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ച് മടുത്തിട്ടുള്ളതല്ലേ വീട്ടിലെ ഊണ്. അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് മനസ്സിലാവുക അത് വീട്ടിലെ ഊണും അല്ല, കാട്ടിലെ ഊണിനേക്കാൾ മോശമായിട്ടുള്ള ഊണാണ് നമുക്ക് ഈ വിളമ്പി തരുന്നത്. അപ്പോൾ ഈ ബോർഡ് മാത്രമേ ഉള്ളൂ. ഇടതുപക്ഷം വരും എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് 91 സീറ്റിൽ നിന്നും 99 സീറ്റ് കൊടുത്തവരോട് ഈ വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് വെച്ച് പറ്റിക്കുന്നതിന് തുല്യമാണ് ഇപ്പോഴത്തെ ഈ ഭരണത്തിൽ നടക്കുന്നത്. ഒരു ഗവർണറുടെ പവർ എന്താണ്? ആ ഗവർണറെ നിയോഗിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ പ്രഥമ പൗരനാണെന്നുള്ള ബോധം പോലും ഇല്ലാതെയാണ് ഈ സംസ്ഥാന സർക്കാർ പെരുമാറുന്നത്. ഈ സംസ്ഥാന സർക്കാർ പ്രോട്ടോകോൾ ലംഘനത്തെക്കുറിച്ച് വാതോരാതെ പറയുമ്പോൾ ഈ സംസ്ഥാന സർക്കാരിനോടും ഈ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിനെ നിയന്ത്രിക്കുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനോടും ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ പ്രോട്ടോകോൾ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ വളരെ വാചാലമായിട്ട് പറയുന്നുണ്ട് ഈ മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കുന്നത് ബ്ലൂ ബുക്ക് നിർദ്ദേശപ്രകാരമാണെന്ന്. നിങ്ങൾക്ക് ശ്രീ ബലദേവ് സച്ചിദാനന്ദ്, ഇപ്പം താങ്കളാണ് ഇവിടെ, താങ്കൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇന്നലെ എന്നെ ഒരു ചാനൽ ചർച്ചയിൽ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതിന് എന്നെ എടാ എന്ന് വിളിച്ച ഒരു CPM-ന്റെ പ്രവർത്തകൻ പറഞ്ഞിട്ടുണ്ട്, ബ്ലൂ ബുക്ക് പ്രകാരമാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഒരുക്കുന്നത്. ഏത് ബ്ലൂ ബുക്കിലാണ് 2.5 കിലോമീറ്റർ വാഹന വ്യൂഹം ഒരുക്കിക്കൊണ്ട് മുഖ്യമന്ത്രിക്ക്? ബ്ലൂ ബുക്കിൽ പറയുന്നത് സുരക്ഷയൊരുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ നിർദ്ദേശമാണ് ബ്ലൂ ബുക്കിലുള്ളത്. പ്രഗത്ഭനായ ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് താങ്കൾക്കറിയാം, ഇത്ര വാഹനങ്ങളുടെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് ഒരു മുഖ്യമന്ത്രി സഞ്ചരിക്കണമെന്ന് ബ്ലൂ ബുക്ക് ഞാൻ ഇവിടുത്തെ ആർച്ചീവ്സിൽ പോയിട്ട് ഞാൻ എടുത്ത് പരിശോധിച്ചപ്പോൾ അതിലൊന്നും അങ്ങനെയൊന്നും എഴുതി കാണാനൊന്നുമില്ല. അപ്പോൾ ബ്ലൂ ബുക്കിന്റെ പേര് പറഞ്ഞിട്ട് ഒരു മുഖ്യമന്ത്രിക്ക് ഇത്രയേറെ സുരക്ഷ ഒരുക്കുന്ന നിങ്ങൾക്ക്, മുഖ്യമന്ത്രിക്ക് സത്യവാചകം, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്ന ഒരു ഗവർണർക്ക് എങ്ങനെയാണ് സുരക്ഷ ഒരുക്കേണ്ടത്, ആ വ്യക്തിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാനാകുന്നില്ലേ എൻ്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ നിരീക്ഷകനായി ഇവിടെ പങ്കെടുക്കുന്ന ശ്രീ ബലദേവ് സച്ചിദാനന്ദ്? അങ്ങതിൽ നിരപരാധിയാണ് അറിയാം, പക്ഷെ ചോദിക്കാൻ ഇപ്പം അങ്ങല്ലേ ഉള്ളൂ. ഞാനൊരു വാർത്ത വായിക്കാം, ഇന്നത്തെ മാതൃഭൂമിയിലുള്ളതാണ്. കേരള സർവകലാശാലയിലെ സെനറ്റിലേക്ക് ചാൻസലറുടെ നോമിനിയായി നിയമിക്കാൻ കീഴ്വഴക്കം ലംഘിച്ച് ഗവർണർക്ക് പട്ടിക സമർപ്പിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. എന്താണ് ഇവരുടെ പരാതി? ഈ ഗവർണർക്കെതിരെയുള്ള പ്രധാന പരാതി കാവ്യവൽക്കരണം. ഗവർണറെ ഈ സീറ്റിലിരുത്തിയിട്ടുള്ള BJP-യോട് ഈ ഗവർണർ കാവ്യവൽക്കരണത്തിന്റെ പേരിലുള്ള അനുകമ്പ കാണിക്കുന്നു എന്ന് തന്നെ വെക്കുക. ഇതിന്റെ അർത്ഥം ഇത് ചുവപ്പുവൽക്കരണമല്ലേ എന്ന് ആരോടാ ചോദിക്കുക? ശ്രീ ബലദേവ് സച്ചിദാനന്ദനോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇനി ഞാൻ മറ്റൊരു വാർത്ത വായിക്കാം. അതായത് ഇവിടെ വാർത്തയല്ല, മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാം. ഇവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നുള്ള അഭിമാനകരമായ നേട്ടം കൊയ്തുകൊണ്ട് തിരുവനന്തപുരത്ത് ഭരിക്കുന്ന ഒരു മേയറുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് BJP-യുടെയും അതുമാതിരി തന്നെ കോൺഗ്രസിൻ്റെ വേണുവിനോടും ചോദിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ചോദിക്കാം. ഇവിടെ ജോലിയുണ്ട് സഖാവേ, ഇവിടെ ഇഷ്ടപ്രകാരം നമുക്ക് സഖാക്കളെ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിക്ക് ഒരു കത്ത് എഴുതിയിട്ടുള്ള കത്ത് പുറത്തു വന്നു. ആ കത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ്? ആ കത്ത് അവരെഴുതിയതല്ലെന്ന് അവർ പറയുന്നു, അവരാണ് എഴുതിയതെന്ന് ആ 4 ദിവസം നമ്മളൊക്കെ അറിയുന്നു. എന്തിനായിരുന്നു? ചുവപ്പുവൽക്കരണത്തിന് വേണ്ടിയിട്ടല്ലേ അത്തരത്തിലൊരു കത്ത് എഴുതിയത്? എല്ലാ സ്ഥലത്തും കമൽ എന്ന് പറയുന്ന സംവിധായകൻ എഴുതിയ കത്ത് പുറത്തു വന്നത് എന്താണ്? ചലച്ചിത്ര അക്കാദമിയിലേക്ക് ഒഴിവുള്ള സ്ഥാനമാനങ്ങളിലെല്ലാം തന്നെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവരെ നിയമിക്കണമെന്ന് പറഞ്ഞിട്ട് കത്ത് വന്നിട്ടുള്ളത് എന്തിനാണ്? അവിടെ ചുവപ്പുവൽക്കരിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ? അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രിയപ്പെട്ട തിരുവനന്തപുരത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി എഴുതിയ കത്ത് വേണമെങ്കിൽ ഞാൻ കത്ത് മൊബൈലിൽ നിന്ന്, തിരുവനന്തപുരം ജില്ലാ മർക്കന്റൈൽ സഹകരണ സംഘത്തിൽ ജൂനിയർ ക്ലർക്ക് വിഭാഗത്തിൽ മഞ്ജു VS-നെയും കിരൺ റിജു എന്നിവരെയും നിയമിക്കാവുന്നതാണ്. കാരണം അദ്ദേഹമാണ് ഗവർണർ, അദ്ദേഹം എഴുത്തു കൊടുക്കുകയാണ്, നിയമിക്കാവുന്നതാണ്. ഇതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആരോടതൊക്കെ ചോദിക്കുക അനിൽ നമ്പ്യാർ? ഇതൊക്കെ കാവ്യവൽക്കരണത്തിനെതിരായ ചുവപ്പുവൽക്കരണമല്ലേ? നിങ്ങൾ ഈ മഞ്ജു VS-ഉം കിരൺ റിജു എന്ന് പറയുന്നവരും നിഷ്പക്ഷരായിരുന്നുവെന്നോ അവർ കോൺഗ്രസ്സുകാരായിരുന്നുവെന്നോ അവർ BJP-ക്കാരായിരുന്നുവെന്നോ പറയാൻ പറ്റുമോ? അവർ പാർട്ടിയുടെ പ്രവർത്തകരാണ്. ഇത് സ്വാഭാവികമാണ്. ഈ ഗവർണർ അദ്ദേഹത്തെ അധികാരത്തിൽ കയറ്റിയ BJP-യോടുള്ള കൂറ് പ്രഖ്യാപിക്കാൻ
സർവകലാശാല സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് അദ്ദേഹം ചെയ്യുന്ന കടമ. അതിന് നിങ്ങൾക്ക് നിയമപരമായിട്ട് അവർ അതിന് യോഗ്യരല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നീതിപീഠങ്ങളില്ലേ, ഇവിടെ നിയമമില്ലേ? ഭരണഘടന അനുശാസിക്കുന്ന വിധത്തിൽ നിയമ നടപടികൾ കൈക്കൊള്ളുകയല്ലേ വേണ്ടത്. അല്ലാതെ ഒരു ഗവർണർ സഞ്ചരിക്കുന്ന എന്തിനാ അതിന് അവസാനത്തെ സുപ്രീം കോടതി വിധി പോരെ? അതെ. രണ്ടാമത് ഈ കണ്ണൂർ സർവകലാശാലയിലെ യോഗ്യത പരിഗണിക്കാതെയോ അർഹതയില്ലാതെയോ ഒരാളെ നിയമിച്ചതിനെ ഇത്രയും അതായത് കോടതി ഇത്രയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് വിധി വന്നിട്ട് ഏകദേശം 15 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു പുതുമുള്ള സംഗതിയൊന്നുമല്ല അനിൽ നമ്പ്യാർ. ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കുറ്റം പറയുന്ന അരാഷ്ട്രീയവാദികളെന്ന് നെറ്റിയിൽ ചാപ്പ ചാർത്തി തന്ന എന്നെ പോലുള്ളവർ വായയിലെ വെള്ളം വറ്റിക്കുക എന്നല്ലാതെ യാതൊരു പ്രയോജനമില്ല. എന്തെങ്കിലും നേടണമോ എവിടെയെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയെ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കാൻ തയ്യാറായവർക്ക് മാത്രമേ കേരളത്തിൽ സാധിക്കുകയുള്ളൂ എന്ന് കൃത്യമായി തെളിയിച്ചിട്ടുള്ള ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. ആ ഭരണ സംവിധാനത്തെയാണ് നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുന്നത്. എം വി രാഘവനെ സ്നേക്ക് പാർക്ക് നശിപ്പിക്കുകയും എം വി രാഘവന്റെ വീട് കത്തിക്കുകയും ചെയ്ത ശേഷം കലിപ്പ് മാറാതെ പറഞ്ഞിട്ടുള്ളൊരു വാചകമുണ്ട്. എന്താണ്? കാലുകുത്താൻ സമ്മതിക്കില്ല. അതായത് പുറത്തിറങ്ങി കാലുകുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് പറഞ്ഞവരാണ് ഈ SFIക്കാരും DYFIക്കാരും. അദ്ദേഹം 5 വർഷം മന്ത്രിയായിരുന്നു കൊണ്ട് കേരളത്തിൽ കാലുകുത്തിയിട്ട് അദ്ദേഹം ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. കാഴ്ചക്കാരായിട്ട് മറ്റുള്ളവരെ പോലെ നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. KR ഗൗരിയമ്മയോടും ഇതേ വെല്ലുവിളി നടത്തി. പക്ഷേ ഈ KR ഗൗരിയമ്മയെയും എം വി രാഘവനെയും, കൂടുതൽ എം വി രാഘവനെ പാർട്ടിയിലേക്ക് ഭാഗികമായി എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അന്ത്യശ്വാസം വലിക്കാനായത് എന്നുള്ളത് നിങ്ങൾ കാലത്തിനനുസരിച്ചിട്ട് നിങ്ങൾ വാക്കുമാറ്റാനും കാലോചിതമായിട്ട് 10 വോട്ടിന് വേണ്ടി എന്ത് നാണം കെട്ട പ്രവൃത്തി ചെയ്യാനും മടിക്കില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളല്ലേ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് ഒരു ഗവർണർ കാവ്യവൽക്കരണത്തിന് ശ്രമിക്കുന്നത്. നമുക്ക് ഈ ഗവർണറോട് അനിൽ നമ്പ്യാർ BJPയുടെ ചാനലിൽ ഇരുന്നു കൊണ്ട് BJP അനുഭവം പ്രകടിപ്പിക്കുന്ന ചാനലിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ്, ഇവിടുത്തെ ഈ ഭൂമി തരം മാറ്റലുമായി ബന്ധപ്പെട്ടൊരു ബില്ല് അദ്ദേഹം പിടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വാർത്തകൾ കണ്ടു. ആ ബില്ല് അദ്ദേഹം പിടിച്ചു വെക്കരുത്. കാരണം സബ് കളക്ടർമാർക്ക് കൂടി അതിന് അനുമതി നൽകാനുള്ള ഭേദഗതി വരുത്തിക്കൊണ്ടുള്ളൊരു നിയമമാണ്. കേരളത്തിലെ 2.5 ലക്ഷം ജനങ്ങളാണ് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരു 5 ലക്ഷം അപേക്ഷകൾ കെട്ടിക്കിടക്കുകയാണ്. ഈ 2.5 ലക്ഷം ജനങ്ങൾക്ക് ഉപകാരപ്രദമായിക്കൊണ്ട് ഗവർണറുടെ ബില്ല് പാസ്സാക്കാൻ ഗവർണർക്കായി എങ്കിൽ അത് ഗവർണർ ജനങ്ങളോട് ചെയ്യുന്ന വലിയൊരു ഉപകാരമാണ്. ഈ ഗവർണറുടെ എല്ലാ പ്രവൃത്തികളോടൊന്നും എനിക്ക് യോജിപ്പുണ്ടായിട്ടില്ല. ഞാൻ എല്ലാ കാര്യങ്ങളിലും ഈ ഗവർണർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ എതിർത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാഹനം ഇനിയും ഒരു 50,000 കിലോമീറ്റർ ഓടാമെന്നിരിക്കെ എനിക്ക് പുതിയ മെഴ്സഡീസ് വേണമെന്ന് പറഞ്ഞത് ശരിയായ രീതിയല്ല. അദ്ദേഹത്തിന് ഒരു ദന്തലാസ്പത്രി, രാജ്ഭവനിൽ ഒരു ഡെന്റൽ ക്ലിനിക്ക് വേണമെന്ന് പറഞ്ഞത് ശരിയല്ല. പക്ഷേ അതൊക്കെ പറയുമ്പോഴും പ്രഥമ പൗരനാണ് അദ്ദേഹം ഈ സംസ്ഥാനത്തിൻ്റെ. അദ്ദേഹത്തിന് ഒരുക്കേണ്ട പ്രൊട്ടക്ഷൻ കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് പോലും പ്രൊട്ടക്ഷൻ ഒരുക്കാൻ പാടൂ എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്ന് വെച്ചിട്ട് ആരെയാണ് ഈ മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. 4 or 5 ഈ യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഈ കരിങ്കൊടി കാണിക്കുന്നത്. ഇവരെ ഭയന്നുകൊണ്ടാണോ ഈ 450 പോലീസിന് പുറമെ ഈ അദ്ദേഹത്തിൻ്റെ ഗൺമേനേക്കാൾ നീളമുള്ളൊരു വടി കൊടുത്തുകൊണ്ട് ഈ ഈ കരിങ്കൊടി കാണിക്കുന്നവരെ തല്ലിച്ചതയ്ക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പറഞ്ഞയച്ചത്? അത് അദ്ദേഹം കാണുന്നില്ല. അദ്ദേഹം കണ്ടത് മാത്രമേ വിശ്വസിക്കൂ. അദ്ദേഹം ഗാന്ധിയിലും വിശ്വസിക്കുന്നില്ല, നെഹ്റുവിലും വിശ്വസിക്കുന്നില്ല, സർദാർ വല്ലഭായ് പട്ടേലിലും വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം അവരെ കണ്ടിട്ടില്ല. ഇവർ 3 പേരും ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയും ഞാൻ അവരെ കണ്ടിട്ടില്ല. കണ്ട കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കൂ. അതേ സമയത്ത് ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയുടെ ഉള്ളിൽ തേഞ്ഞിപ്പാലത്ത് കാല് കുത്തിയത് മുതലുള്ള എല്ലാ സംഗതികളും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അത് കാണാൻ അദ്ദേഹത്തിന് അകക്കണ്ണുണ്ട്. അല്ലെങ്കിൽ മഹാഭാരതത്തിലെ ധൃതരാഷ്ട്രക്ക് സഞ്ജയൻ ഉള്ളതുപോലെ തന്നെ അദ്ദേഹത്തിന് ആരോ ഉണ്ട്. നമ്മുടെ പാർട്ടിക്കാർ കേൾക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ആൾക്കാരുണ്ട്. പക്ഷേ നികുതിദായകരായ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും വിശ്വസിക്കാത്ത സാധാരണക്കാരൻ്റെയോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരുടെയോ കാര്യങ്ങൾ കേൾക്കാൻ അദ്ദേഹത്തിന് കണ്ണുമില്ല കാതുമില്ല എന്നുള്ള അവസ്ഥ മാറ്റിക്കൊണ്ട് അദ്ദേഹം 3,40,00,000 ജനങ്ങളുടെ ഒരു മുഖ്യമന്ത്രിയാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അനിൽ നമ്പ്യാർ, ഇനി സമയമുണ്ടെങ്കിൽ തന്നാൽ മതി. തീർച്ചയായും. അടുത്ത ജയസൂര്യൻ, ഗവർണറുടെ സുരക്ഷാ വീഴ്ച അതേ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹത്തെ ഇങ്ങനെ പരസ്യമായി അപകീർത്തിപ്പെടുത്തിയും അപമാനിച്ചും ഈ കെട്ടിത്തൂക്കിയിരിക്കുന്ന ബാനറുകൾ നോക്കൂ. അദ്ദേഹത്തെ അധിക്ഷേപിക്കുകയാണ്, തെറി വിളിക്കുകയാണ്. എന്നിട്ട് ആ ബാനറുകൾ മാറ്റാൻ അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടും ഈ നിമിഷം വരെ അത് മാറ്റിയിട്ടില്ല. SFIക്കാരുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള
വൈസ് ചാൻസലർമാരും അതുപോലെ രജിസ്ട്രാർമാരും. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ വൈസ് ചാൻസലർ നിർദ്ദേശിച്ചു രജിസ്ട്രാറോട് അത് മാറ്റണമെന്ന്. പക്ഷേ ഇപ്പോഴും ഒരു തരത്തിൽ നല്ലതാണ്, കാരണം ഈ SFIക്കാരുടെ വിവരമില്ലായ്മ, മണ്ടത്തരം അതൊക്കെ എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഭരണഘടനാ ചുമതല നിർവഹിക്കുന്ന ഒരു വ്യക്തിയെ ഇതുപോലെ പരസ്യമായി തേജോവധം ചെയ്യുന്ന രീതി അതും അവസാനിപ്പിക്കേണ്ടതല്ലേ? അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജനാധിപത്യത്തെയോ ജനാധിപത്യ സംവിധാനങ്ങളെയോ മര്യാദകളെയോ തരിമ്പും മാനിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. പിന്നെ ഇന്ത്യയുടെ മണ്ണിൽ ഗതികേട് കൊണ്ട് അവർക്ക് അവരുടെ ചൈന അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നടപ്പാക്കിയതുപോലെയുള്ള അധികാരം തോക്കിൻ കുഴലിലൂടെ എന്ന സിദ്ധാന്തം, ഉന്മൂലന സിദ്ധാന്തം, ഇതൊന്നും എടുത്ത് പ്രയോഗിക്കാൻ പറ്റില്ല. പക്ഷേ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും അത് തന്നെയാണുള്ളത്. ഒരു ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ പാർട്ടിയെ അംഗീകരിക്കാനോ ഒക്കെ അവർക്ക് സാധിക്കുമെങ്കിൽ അത് നമ്മൾ ചൈനയിലോ ക്യൂബയിലോ കൊറിയയിലോ ഒക്കെ കാണുമായിരുന്നല്ലോ. അവിടെയൊന്നുമില്ല. അപ്പോൾ ജനാധിപത്യത്തിന്റെ സത്തയെ അടിസ്ഥാനപരമായി തിരസ്കരിച്ച ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം എന്നുള്ളത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള ജനാധിപത്യ സ്ഥാപനങ്ങളെയോ മര്യാദകളെയോ മാനിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് സ്വഭാവമല്ല. അങ്ങനെ ചെയ്താൽ അവർ കമ്മ്യൂണിസ്റ്റുകാർ അല്ലാതാവും. അതുകൊണ്ട് ആ ഒരു സിദ്ധാന്തത്തിൽ അവർ അടിയുറച്ച് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ, അത് വൈസ് ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ അല്ലെങ്കിൽ രജിസ്ട്രാർ, ആര് തന്നെയാണെങ്കിലും, പോലീസുകാരാണെങ്കിലും ഈ ഭരണകൂടത്തിന്റെ ഉത്തരവുകളെ മാനിച്ചേ പറ്റൂ. കാരണം അവർ ഭരണകൂടത്തിന്റെയോ നിയമത്തിന്റെയോ മാത്രം അടിമയല്ല, പാർട്ടി അടിമകളാണ്. അപ്പോൾ പാർട്ടി അടിമകളെ ഈ പറഞ്ഞ ചുമതലകളിലേക്ക് നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവർ പാർട്ടിയുടെ ഉത്തരവ് പാലിക്കാൻ നിർബന്ധിതരാണ്, അല്ലെങ്കിൽ അതിന് പ്രതിജ്ഞാബദ്ധരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രമേ അവർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് അനുവദിച്ചു കൊടുക്കണമോ വേണ്ടയോ എന്ന് കേരളീയ സമൂഹത്തെ കൊണ്ട് ഉറക്കെ ചിന്തിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു കാര്യം, അവർ ചെയ്തതൊക്കെ ശരിയാണോ അല്ലയോ എന്ന് ജനങ്ങൾക്ക് ഇപ്പൊ ബോധ്യമാകുന്നതാണ് SFI എഴുതി വെച്ചിരിക്കുന്ന ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെയുള്ള ബാനറുകളിലെ അക്ഷരവും ആശയവും. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വളർത്തിക്കൊണ്ടുവന്ന വൈസ് ചാൻസലർമാരും അതുപോലെ തന്നെ പ്രോ വൈസ് ചാൻസലർമാരും അവിടുത്തെ അധ്യാപകരും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ള അധ്യാപകരും ഒക്കെ എന്താണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് കൊടുത്തത്, അതാണ് SFI അവിടെ ബാനറിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ എത്രമാത്രം തകർത്ത് കളഞ്ഞു എന്നുള്ളതിന്റെ പ്രത്യക്ഷമായ തെളിവുകളാണ് അവയൊക്കെ. ഇവിടെ നേരത്തെ ശ്രീ ബൽദേവ് പറഞ്ഞതില് ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കേണ്ടതുണ്ട്. BJP ഇതര സംസ്ഥാനങ്ങളിൽ മാത്രം ഗവർണർമാർ ഇങ്ങനെ പെരുമാറുന്നു എന്ന്. ഇവിടെ കേരള ഗവർണറുടെ കാര്യം എടുത്താൽ നമുക്ക് മനസ്സിലാവും. ഗവർണർ പദവിയെ തന്നെ ചോദ്യം ചെയ്യുന്ന നിയമനിർമ്മാണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, അതായത് വൈസ് ചാൻസലർ പദവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഗവർണർ എന്ന് പറയുന്ന പദവിയെ ചോദ്യം ചെയ്യുക ഭരണഘടനയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെയൊക്കെയുള്ള നിയമനിർമ്മാണം നടത്താൻ സാധ്യമാകുമോ? ആ നിയമനിർമ്മാണത്തിന്റെ കീഴിൽ കണ്ണട ചൊപ്പിട്ട് കൊടുക്കേണ്ട ആളാണോ ഗവർണർ എന്നൊക്കെ അദ്ദേഹത്തിന് ചിന്തിക്കാം. അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാം, പിടിച്ചു വെക്കാം, മറ്റെന്ത് കാര്യങ്ങളും അദ്ദേഹത്തിന് അധികാരം ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ അത് കേവലം BJP ഇതര സർക്കാരുകൾ എന്നുള്ള കാര്യത്തിലല്ല അത് മനസ്സിലാക്കേണ്ടത്. ജനാധിപത്യ വിരുദ്ധമായി, ഫെഡറൽ സംവിധാനത്തിന് വിരുദ്ധമായി, ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നിയമനിർമ്മാണം നടത്താൻ കമ്മ്യൂണിസ്റ്റ് മനസ്സുള്ള ഇത്തരം ഭരണകൂടങ്ങൾ തുനിഞ്ഞാൽ അത് അപ്പടി അനുവദിച്ചു കൊടുക്കേണ്ട ഒരു റബ്ബർ സ്റ്റാമ്പായി നിൽക്കാൻ എല്ലാ ഗവർണർമാരെയും കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാവുന്നത്. എന്തു തന്നെയാണെങ്കിലും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നീക്കം, അതിന് പ്രത്യയശാസ്ത്രപരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, അത് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രമാണെന്ന് പറയാനുള്ള ആർജവം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കാതെ മറഞ്ഞു നിന്നുകൊണ്ട് ജനാധിപത്യത്തെ കടന്നാക്രമിക്കുന്ന സ്വഭാവമാണ് ഇപ്പോൾ ഇവിടെ എല്ലാ മേഖലയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഗവർണർക്കെതിരെയാണെങ്കിലും വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും കലാശാലകളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എന്തും. അപ്പോൾ ഏതെങ്കിലും ഒരാളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ അത് കാവ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ചുവപ്പുവൽക്കരണം, കമ്മ്യൂണിസ്റ്റ് വൽക്കരണം മാത്രമേ പറ്റൂ, ബാക്കി ഒന്നും ശരിയല്ല, ബാക്കി ഒന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് ജനാധിപത്യമല്ല. അപ്പോൾ ഈ കാവ്യവൽക്കരണം എന്നിവരിങ്ങനെ ആവർത്തിച്ച് ആക്രോശിക്കുമ്പോൾ കാവിയുടെ നിറം ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലേക്ക് പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് നിറം എവിടെ പോയി എന്നുള്ളതും ചിന്തനീയമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഏതായാലും കാവ്യവൽക്കരണമെന്ന് ആവർത്തിക്കട്ടെ,
ഇത്തരം കാര്യങ്ങൾ ഏകാധിപത്യപരമായിട്ട് അവർ ചെയ്യട്ടെ. അതൊക്കെ തന്നെ കമ്മ്യൂണിസത്തിന്റെ അന്ത്യത്തിന് ഏറ്റവും കൂടുതൽ ഗതിവേഗം കൂട്ടുക തന്നെ ചെയ്യും. ഇതാണല്ലോ 56 രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം കിട്ടിയിട്ട് ഇന്ന് 51 രാജ്യങ്ങളും ഇല്ലാതായി. അതിലൊരൊറ്റ രാജ്യം പോലും സമ്പദ് രാജ്യമായിട്ട് നിലനിൽക്കുന്നില്ല. മുഴുവൻ ദരിദ്രമായി നാമാവശേഷമായി പോയി. ഇന്ത്യയിൽ തന്നെ 3 സംസ്ഥാനങ്ങളിൽ അധികാരം കിട്ടി. 2 സംസ്ഥാനങ്ങളിൽ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ആ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും ദരിദ്ര സംസ്ഥാനങ്ങളാണെന്ന് തിരിച്ചറിയപ്പെട്ടു. ഇന്ന് അവശേഷിക്കുന്ന കേരളം ഏറ്റവും ദരിദ്രമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളൊക്കെ അതിന്റെ ഇരകളും സാക്ഷികളുമാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് ഇതിനേക്കാൾ ഭീകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് മോചനം നേടുക എന്നുള്ളത് കേരള ജനതയുടെ ചുമതലയാണ്. അതിനുവേണ്ടിയാണ് ഗവർണർ അദ്ദേഹത്തിന്റെ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ജനങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്, മാധ്യമങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. റബ്ബർ സ്റ്റാമ്പ് അല്ല ഗവർണർ, കേവലം ഒരു റബ്ബർ സ്റ്റാമ്പ് ആയിരുന്നു ഇന്നലത്തെ ഗവർണർമാരെങ്കിൽ ഇന്നത്തെ ഗവർണർമാർ അങ്ങനെയുള്ള റബ്ബർ സ്റ്റാമ്പ് അല്ല. ഇത് എക്സെപ്ഷണൽ കേസും അല്ല. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഒക്കെ ഗവർണർമാർ ആരായിരുന്നു എന്ന് നമ്മൾ നോക്കുമ്പോൾ അറിയാം. ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ ഉന്നത വിദ്യാഭ്യാസമുള്ള കേന്ദ്രമന്ത്രിമാരായിരുന്ന വലിയ നിയമപരമായ പരിജ്ഞാനമുള്ള ആൾക്കാർ. തമിഴ്നാട്ടിലെ ഗവർണർ ആരാണ്? RN രവി എന്ന് പറയുന്ന മുൻ IPS കാരൻ, ആലപ്പുഴയിലും കണ്ണൂരും ഒക്കെ SP ആയിട്ടിരുന്ന വ്യക്തി, ഇന്ത്യയിലെ മുഴുവൻ രഹസ്യാന്വേഷണ സംവിധാനങ്ങളുടെയും സംയോജിത സഭയുടെ ചെയർമാൻ ആയിരുന്ന വ്യക്തി. വിവരം കെട്ടയാളൊന്നുമല്ല, കേവലം രാഷ്ട്രീയക്കാരനുമല്ല. നമ്മുടെ മലയാളിയായിരുന്ന CV ആനന്ദബോസ് എത്രയോ അഭിമാനകരമായ രീതിയിൽ അദ്ദേഹത്തിന്റെ സർവീസ് കാലഘട്ടം പൂർത്തിയാക്കിയിട്ടാണ് പശ്ചിമ ബംഗാൾ ഗവർണർ സ്ഥാനത്തേക്ക് പോയത്. അദ്ദേഹം എടുക്കുന്ന നിലപാടുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള അറിവുണ്ട്, ഭരണപരമായ പരിജ്ഞാനമുണ്ട്. അത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിനെ അദ്ദേഹം ഉപദേശിക്കുന്ന വ്യക്തിയുമായിരുന്നു. അപ്പോൾ നിസ്സാരക്കാരല്ലാത്ത, കാര്യഗൗരവമുള്ള, അനുഭവജ്ഞാനമുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും വന്നിരിക്കുമ്പോൾ കേവലം റബ്ബർ സ്റ്റാമ്പായിട്ട് അവരെ ഉപയോഗിക്കാൻ സാധ്യമല്ല എന്ന് അവർ തെളിയിച്ചാൽ അത് BJP ഇതര സംസ്ഥാനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമല്ല, മറിച്ച് നിയമവാഴ്ച ഉറപ്പുവരുത്തുകയും ജനാധിപത്യ സംവിധാനം നിലനിർത്തുകയും ഫെഡറൽ സംവിധാനം അരക്കിട്ടുറപ്പിക്കുകയും ചെയ്യാൻ ഗവർണർമാർ ചെയ്യേണ്ടത് എന്തോ അവരത് ചെയ്യുന്നു എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവരെ അല്ല കുറ്റം പറയേണ്ടത്. അവരുടെ പദവികൾ മാനിക്കാത്ത സംസ്ഥാന സർക്കാരുകളാണ് തിരുത്തേണ്ടത്. അഡ്വക്കേറ്റ് ബലദേവ്, ഈ ഒരു വിഷയം കൂടി ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, പേഴ്സണൽ അസോൾട്ട്, അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഇതുപോലെ കേരളത്തിലെ ക്യാമ്പസുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ തെറിവിളിച്ചുകൊണ്ട് ബാനറുകൾ കെട്ടിയാൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? താങ്കളൊന്ന് പറയൂ. താങ്കൾ രാഷ്ട്രീയം തൽക്കാലത്തേക്ക് മറക്കൂ, എന്നിട്ട് പറയൂ. ഞാൻ അതിലേക്ക് വരാം. നമുക്ക് ഈ ഗവർണർക്കെതിരെ ഈ ഗവൺമെന്റ് അടുത്ത് തോക്കണെങ്കിൽ വെടിവെക്കും. ഗവർണർക്കെതിരെ സമരം തുടങ്ങുന്നത് പ്രധാനമായിട്ട് ഗംഭീർദാൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് എന്നൊരു കേസിൽ നിന്നാണ് തുടങ്ങുന്നത്. സർദാർ പട്ടേൽ യൂണിവേഴ്സിറ്റി, അത് ഗുജറാത്തിലെ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഇതുപോലെ UGC നോംസിനെതിരായിട്ട് ഒരാളിനെ പോസ്റ്റ് ചെയ്യുന്നതിന് റിട്ട് പെറ്റീഷൻ സിവിൽ 1525/19 എന്നൊരു കേസ് വരികയും അത് BJP ഗവൺമെന്റിനെതിരെ വിധിച്ചു. അത് പറഞ്ഞത് അവിടെ വന്ന് ഇതുപോലെ അവിടെ UGC നോംസിന് വിപരീതമായിട്ട് ഗവർണറാണ് അവിടെ പോസ്റ്റ് ചെയ്തത്, സർദാർ പട്ടേൽ യൂണിവേഴ്സിറ്റി. ഞാൻ അതുകൊണ്ട് ഒരു തെറ്റിനെ വേറെ തെറ്റുകൊണ്ട് ന്യായീകരിക്കല്ല. പിന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഓരോ ഗവൺമെന്റ് വരുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, കേന്ദ്ര ഗവൺമെന്റ് ഹെൽമെറ്റാണ് സ്പൈസസ് ബോർഡ്, റബ്ബർ ബോർഡ്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, റെയിൽവേ ബോർഡ്, ഇവിടെയൊക്കെ നിയമിക്കുന്ന ആരെയാണ്? കോൺഗ്രസ്സുകാരും CPM-മാരെയാണ്. കേരളത്തിലുണ്ടല്ലോ അതിന് സ്പൈസസ് ബോർഡിന്റെ ഓഫീസ് കേരളത്തിലുണ്ടല്ലോ, റബ്ബർ ബോർഡ് കേരളത്തിൽ പ്രവർത്തിക്കുന്നില്ല. ഇവിടെ എല്ലാം പോസ്റ്റ് ചെയ്യുന്ന ആരെയാണ്? BJP-ക്കാർ തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ BJP-യുടെ ഘടകകക്ഷിയിലുള്ളവരെയാണ്. ഏതെങ്കിലും CPM-മാരെ പോസ്റ്റ് ചെയ്യോ, കോൺഗ്രസ്സുകാരെ പോസ്റ്റ് ചെയ്യോ? അപ്പോൾ ഭരിക്കുമ്പോൾ ഭരണകക്ഷികൾ എപ്പോഴും കോർപ്പറേഷൻ ഒരാളിനെ പറ, നിങ്ങളല്ല ആരെ പോസ്റ്റ് ചെയ്യും? ഒരാളിനെ പറ. BJP പോസ്റ്റ് ചെയ്യുന്ന ഒരാളിനെ പറ, ഒരു കോൺഗ്രസ്സുകാരനെ പരിശോധിച്ചു നോക്കൂ. BJP കേന്ദ്രം ഭരിച്ചിരുന്നപ്പോഴാണല്ലോ മലയാളിയായിട്ടുള്ള MM ജേക്കബിനെ മേഘാലയ ഗവർണറാക്കിയത്. MM ജേക്കബ് ഏത് പാർട്ടിക്കാരനാ? തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളോട് എന്താ ഇപ്പൊ ചായവുള്ളവരെ നിങ്ങൾ പല സ്ഥലത്തും കൊണ്ടുവന്ന് കേരളത്തിലെ പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷത്തിന്റെ ഒരു MLA നിങ്ങൾ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് മന്ത്രിയാക്കില്ല. അദ്ദേഹം CPM വിട്ടുപോയപ്പോൾ ഇടതുപക്ഷത്തിന്, ഞാൻ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു IAS ഓഫീസർ. പിന്നെ ഇവിടെ വിദ്യാർത്ഥി സംഘടനകളെ കുറിച്ച് പറഞ്ഞു. വിദ്യാർത്ഥി സംഘടന ശരിയാണ്, SFI-ക്കാര് വിദ്യാർത്ഥി സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. KSU ഇപ്പൊ ശക്തിയില്ല. പണ്ട് KSU കേരളം മൊത്തത്തിൽ സംഘർഷം ഉണ്ടാക്കുന്നത്, ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ, SM കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ KSU സ്ഥിരമായിട്ട് സംഘർഷം ഉണ്ടാക്കുമായിരുന്നു. അന്ന് KSU ശക്തി ഉണ്ടായിരുന്നു. ഇപ്പൊ KSU എന്ന് വിളിക്കാൻ വിദ്യാർത്ഥികൾ പോലും ഇല്ല. പിന്നെ ABVP-യുടെ കാര്യം, 2-3 കാര്യങ്ങൾ ഞാൻ പറയാം.
2019 നവംബർ മാസം 11-ാം തീയതി ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയാണ് JNU യൂണിവേഴ്സിറ്റി. അവിടെ ഫീസ് വർദ്ധിച്ചതിനെതിരെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം സമരം ചെയ്തപ്പോൾ AVP-ക്കാര് ഹോസ്റ്റലിൽ കയറിയാണ് വിദ്യാർത്ഥികളെ മൊത്തം തല്ലിച്ച, പെൺകുട്ടികളെ സഹിതം. അതുപോലെ തന്നെ ഡിസംബർ മാസം 15-ാം തീയതി ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റിയിൽ CIക്കെതിരെ ആന്റി CA സമരം ചെയ്തതിന് RSSകാര് AVP-ക്കാരും കൂടെ ചേർന്ന് ആ യൂണിവേഴ്സിറ്റിക്കകത്ത് കയറി വിദ്യാർത്ഥികളെ തല്ലി. അപ്പൊ സംഘർഷത്തിന് ഇപ്പൊ കേരളത്തിൽ AVP-ക്ക് അത്രയും വലിയ ശക്തിയില്ലെങ്കിലും വടക്കേ ഇന്ത്യയുടെ ഭരണസ്ഥിരാകാതരമായ ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 യൂണിവേഴ്സിറ്റിയാണ്. പ്രിൻസിപ്പലിന് റീത്ത് വെച്ചതായിട്ട് കണ്ടിട്ടുണ്ടോ? എന്തിനെ വിദ്യാർത്ഥികളെല്ലാം ഇട്ട് തല്ലിച്ചാൽ പിന്നെ അതിൽ കൂടുതൽ വേണ്ടല്ലേ? വടക്കെല്ലാം നിങ്ങളുടെ കോളേജ് തന്നെയല്ലേ, അവിടെ പ്രിൻസിപ്പലിന്റെ റീത്ത് വെക്കണ്ടല്ലോ. കസാല കത്തിച്ചത് കണ്ടിട്ടുണ്ടോ? ഞാനൊന്ന് പറയട്ടെ, പിന്നെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒന്നിരുടെ കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞു. ബ്ലൂ ബുക്കിന്റെ കാര്യം പറഞ്ഞു. ബ്ലൂ ബുക്ക് ശരിയാണ്, ശ്രീ ഹരിദാസ് പറഞ്ഞു ശരിയാണ്. അത് ഒരു മാർഗദർശനം മാത്രമാണ് എങ്ങനെയാണ് ഒരു പാത തയ്യാറാക്കേണ്ടത്, ഇവരുടെയൊക്കെ പാത, VIP-കളുടെ സഞ്ചാരപാത, അതിനെക്കുറിച്ചുള്ള എങ്ങനെ പോലീസിനെ വിന്യസിക്കണം എന്നൊന്നും ബ്ലൂ ബുക്കിൽ പറയുന്നില്ല. അത് ആനുകാലിക പരിസ്ഥിതി അനുസരിച്ച് അടുത്ത ഹോം മിനിസ്ട്രിക്കാണ് ഈ ബ്ലൂ ബുക്കിന്റെ നിർദ്ദേശം അനുസരിച്ച് 10 പോലീസ് വേണോ, 50 വേണോ, ഇസർ കാറ്റഗറി വേണോ, എന്നാൽ കേന്ദ്രം എങ്ങനെയാണ് തീരുമാനിക്കുന്നത്. ഓരോ വ്യക്തികളെ പല തരങ്ങളായിട്ട് തിരിച്ച് അവിടെ ചില ഡയറക്ഷൻസും ചില നോംസും ഉണ്ട്. ഇസർ കാറ്റഗറി കൊണ്ടവരുണ്ട്, വൈ കാറ്റഗറി കൊണ്ടവരുണ്ട്, പലർക്കും കൊടുക്കുന്നുണ്ട്. ഇവിടെ സേനാപതി വേണു പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശനും കേന്ദ്ര സേനയെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കക്ഷികൾ ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ പല ഭാഗത്തും നോമിനേറ്റ് ചെയ്യും. അതിനെ കേന്ദ്രത്തിനെതിരെ പറയുമ്പോൾ കാവ്യവർക്കുണ്ടെന്ന് പറയും. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷവും അതിന്റെ സഹപ്രവർത്തകരെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഘടകകക്ഷികളെ നോമിനേറ്റ് ചെയ്യും. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, SFIക്കാർ കരിക്കൊടി കാണിക്കുന്നു, ഗവർണറുടെ വാഹനത്തിൽ തടഞ്ഞു വീഴും, തെറ്റാണ്. പക്ഷേ തീർച്ചയായും യൂത്ത് കോൺഗ്രസ് അത് തന്നെയാണല്ലോ ചെയ്യുന്നത്. കരിക്കൊടി കാണിക്കുന്നു, കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നു, ഇവരും ബസ്സിന്റെ മുമ്പിൽ ചാടി വീഴുന്നു, അവിടെ സംഘർഷം ഉണ്ടാകുന്നു, ലാത്തി ചാർജ് ഉണ്ടാകുന്നു. ആദ്യത്തെ സംഘർഷം നടക്കുമ്പോൾ കണ്ണൂർ വെച്ച് ബസ്സിന്റെ മുമ്പിൽ ചാടുകയാണ് സംഭവം. നമ്മൾ ആ പടം കണ്ടതാണ്. താങ്കൾ ഇങ്ങനെ പറയല്ലേ പ്ലീസ്, താങ്കൾ ഇങ്ങനെ പറയല്ലേ. ഇപ്പോൾ നടക്കുന്ന സമരങ്ങളിൽ അംഗപരിമിതിയുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പുറകിലൂടെ പോയി ചവിട്ടിയതാരാ? ഈ തെറ്റും. യൂത്ത് കോൺഗ്രസ്സുകാരും BJP-ക്കാരും കരിക്കൊടി കാണിച്ചാൽ കൊല്ലം ജില്ലയിൽ അംഗപരിമിതിയുള്ളവർ എന്തിനാ സമരത്തിന് പങ്കെടുക്കുന്നത്? കൊല്ലം ജില്ലയിലെ RSSകാര് ഇറങ്ങി അടിച്ചോലടി. അംഗപരിമിതിയുള്ളവര് എന്തിനാണ് ജനാധിപത്യപരമായി സമരം നടത്തുന്നത്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് അടിച്ചാ തിരിച്ചടിക്കുന്ന സായികട്ട് പറഞ്ഞിട്ടുണ്ട്, പറയേണ്ടി വന്നിട്ടുണ്ട്. പല കാര്യങ്ങളിലും മുഖ്യമന്ത്രിയോട് സമരസപ്പെട്ടു പോയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, അടിച്ചാൽ ഇനി കയ്യും കെട്ടി നോക്കി നിൽക്കില്ല, തിരിച്ചടിക്കുന്നു. എനിക്കത് സന്തോഷമാണ്. പക്ഷെ അടിക്കാൻ ആള് വേണ്ടേ? സതീശന്റെ കൂടെ ആള് വേണ്ടേ? അതുകൊണ്ട് പറയാനല്ലേ പറ്റൂ. സേനാപതി വേണു അതിനൊന്നിനുള്ള ധൈര്യമില്ല, അടിക്കാനും പിടിക്കാനും ധൈര്യമില്ല, തന്നേടം ഇല്ല, പിള്ളേരും ഇല്ല. അഡ്വക്കേറ്റ് സേനാപതി വേണു, നേരത്തെ ശ്രീ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളത്തിൽ നിങ്ങളെ ഓടിച്ചിട്ട് തല്ലുന്നവരെ കൂടെ കേരളത്തിന് പുറത്ത് പിന്നെ പ്രവർത്തിക്കേണ്ട ആ ഒരു ഗതികേട്, ഇന്നലെ ഈ ഇന്ത്യ സഖ്യം യോഗം ചേർന്നല്ലോ. രാഹുലിൻ്റെ തൊട്ടപ്പുറത്ത് കുശലം പറഞ്ഞിരിക്കുന്നത് സീതാറാം യെച്ചൂരിയാണ്. അല്ല, ഇപ്പൊ നമ്മുടെ ഒരു വിഷയം അതല്ലാത്തത് കൊണ്ട് നമുക്ക് അതിന് സമയമില്ല. അത് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഞാനിവിടെ എന്റെ സ്നേഹിതൻ ശ്രീ ബൽദേവ് സാറിന്റെ ഒരു ആക്ഷേപം, ഒന്നാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് ഞങ്ങള് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി. ഞങ്ങൾ ഒരിടത്തും മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടിയില്ല, സൈഡിൽ നിന്ന് കറുത്ത കൊടി വീശി എന്നുള്ളതാണ്. ആകെ ഉണ്ടായ ഒരു പ്രകോപനം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയതിനു ശേഷം പെരുമ്പാവൂരിൽ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ കാലിൽ കിടന്ന ഷൂ എറിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അതിന് പോലീസ് എടുത്തിരിക്കുന്ന വകുപ്പുകളൊക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്താൽ, എനിക്ക് കൗതുകകരമായിട്ട് തോന്നിയത് യൂത്ത് കോൺഗ്രസിന് സമരം ചെയ്യാൻ ആളുകളൊക്കെ ഉണ്ട് സാർ, അതൊക്കെ ഉണ്ട് എന്നുള്ളത് ഇന്ന് തിരുവനന്തപുരത്ത് എണ്ണത്തിലും വണ്ണത്തിലും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതിലൊന്നും സംശയിക്കേണ്ട കാര്യമില്ല, സമരവീര്യമൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ എനിക്ക് വളരെ കൗതുകകരമായിട്ട് തോന്നിയ ഒരു പ്രസ്താവന ഇന്നലെ മന്ത്രി സജി ചെറിയാന്റേതായിട്ട് വന്നതാണ്. അദ്ദേഹം ആലപ്പുഴ എന്നാണല്ലോ നിയമസഭയിൽ എത്തിയിരിക്കുന്നത്, ആലപ്പുഴക്കാരനാണ് അദ്ദേഹം, മന്ത്രിയായിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് പോലീസിന്റെ കയ്യിലിരിക്കുന്ന ലാത്തി അത് അടിക്കാനുള്ളതാണ് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, പോലീസിന്റെ കയ്യിലിരിക്കുന്ന തോക്ക് എന്തിനുള്ളതാ? അത് വെടിവെക്കാനുള്ളതാ?
അപ്പൊ പുന്നപ്പറയിലും വയലാറിലും ഒക്കെ പോലീസ് വെടിവെച്ചത് പോലീസിന്റെ ന്യായീകരണത്തിൽ അത് ശരിയാകണമല്ലോ. കാരണം പോലീസിന്റെ കയ്യിലിരിക്കുന്ന ലാത്തി അത് അടിക്കാനുള്ളതാണ്, പോലീസ് അടിക്കുന്നു. അപ്പൊ പോലീസിന്റെ കയ്യിലിരിക്കുന്ന തോക്ക് അത് വെടിവെക്കാനുള്ളതാണ്, അപ്പൊ പോലീസ് വെടിവെച്ചതും ശരിയാകണം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവരുടെയൊക്കെ ഇരട്ടത്താപ്പ് കാണുമ്പോഴാണ്, അതായത് ഇവർക്കൊക്കെ ഇപ്പൊ അധികാരം കിട്ടി, ഇവരിങ്ങനെ 1,05,00,000 വാഹനത്തിൽ സഞ്ചരിക്കുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജനാധിപത്യം പുല്ലാണ്, ഇന്ത്യയുടെ ഭരണഘടന കുന്തമാണ്, കുടച്ചക്രമാണ് എന്നൊക്കെ പ്രസംഗിച്ച ആളുകൾ ആ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് കൊടിവെച്ച കാറും ഈ അകമ്പടിയും ഒക്കെ ആയിട്ട് നടക്കുമ്പോൾ ഇവർക്കുണ്ടായിരിക്കുന്ന ഈ അഹന്ത, അതാണല്ലോ ഈ അടുത്ത ദിവസം എം മുകുന്ദന്റെ ഒരു വാർത്ത വന്നത്. കേരളത്തിലെ ഇടതുപക്ഷത്തെ ഇപ്പൊ തിരിച്ചറിയാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു സംവിധാനത്തിൽ ഇപ്പൊ എത്തിയിരിക്കുന്നല്ലോ. കേരളത്തിലെ ഇടതുപക്ഷത്തെ ഇപ്പൊ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പ്രമുഖരായ ആളുകൾ, എം മുകുന്ദനെ പോലുള്ള ആളുകൾ പോലും പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷം മാറിയിരിക്കുന്നു. ആ അപജയമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഇടതുപക്ഷത്തിന് സംഭവിച്ചിരിക്കുന്ന അപജയം എന്ന് പറയുന്നത്. ഞാന് ഗവർണർ ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ച് അടിയന്തരമായിട്ട് റിപ്പോർട്ട് നൽകണം. കാരണം നമ്മൾ കേൾക്കുന്നത് ഭയാനകമായ വാർത്തകളില്ലേ. കേരളത്തിൽ 2 ലക്ഷം ആളുകൾ പുതിയ വാഹനം മേടിച്ചതിന്റെ രജിസ്ട്രേഷന് കാത്തിരിക്കുക. രജിസ്ട്രേഷൻ നടക്കുന്നില്ല. കാരണം എന്താ അറിയോ? രജിസ്ട്രേഷൻ അടിക്കേണ്ട ബുക്കിന്റെ പേപ്പർ മേടിക്കാൻ കാശില്ലല്ലേ. നമ്മൾ അറിയണം, ഈ നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഗവർണറോട് ഞങ്ങൾക്ക് ഗവർണറുമായിട്ടുള്ള രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നിൽക്കുമ്പോൾ ഈ കേരളത്തിന്റെ ഇപ്പോഴത്തെ സമ്പദ്ഘടനയെ കുറിച്ച് അദ്ദേഹം കേന്ദ്രത്തിന് റിപ്പോർട്ട് കൊടുക്കേണ്ട സമയം അത് അതിക്രമിച്ചിരിക്കുക. അല്ലെങ്കിൽ കേരളത്തിൽ മനുഷ്യന് ജീവിക്കാൻ പറ്റത്തില്ല. 20,000 ലൈസൻസ് ബുക്ക് അടിക്കാനുള്ള പേപ്പറേ ഉള്ളൂ, വേണ്ടത് 2 ലക്ഷമാണ്. കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കേരളത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് ഈ ബുദ്ധിജീവികളൊക്കെ എന്നിട്ട് നമ്മളോട് കേരള സദസ്സിന് മുന്നോടിയായിട്ടുള്ള പ്രഭാത ഭക്ഷണത്തിൽ ഈ കശുവണ്ടിയിൽ കൂട്ടിയിട്ട് അതിൽ പാലൊഴിച്ചിട്ടാണ് കഴിക്കുന്നത്. അതെ, ഇവര് തൊഴിലാളി വർഗത്തിന്റെ നേതാക്കന്മാരും അതിന്റെ പ്രതിനിധികളും ആയതുകൊണ്ട് ഇവർ ഈ തൊഴിലാളി വർഗത്തിന് വേണ്ടി അധ്വാനിച്ചും ശബ്ദിച്ചും ഇവർ വല്ലാതെ തളർന്നാണല്ലോ വരുന്നത്. അങ്ങനെ തൊഴിലാളി വർഗത്തിന് വേണ്ടി അധ്വാനിച്ച് തളർന്നു വരുന്ന പുതിയ തൊഴിലാളി വർഗത്തിന്റെ നേതാക്കള്, അത് നമ്മുടെ എന്താ പറഞ്ഞേ മന്ത്രി വീണ ജോർജിനെ പോലുള്ള ആളുകൾ, ഇടതുപക്ഷം എന്നൊക്കെ പ്രസംഗിക്കുന്ന ആളുകൾ ആരാന്നറിയോ? മുസ്ലിം ലീഗിന് വീര്യം പോരാ, അതിന് എന്താ പറഞ്ഞ തീവ്രവാദം പോരാ എന്നും പറഞ്ഞ് INL രൂപീകരിച്ച ആള്, INLന്റെ നേതാക്കന്മാര് അഹമ്മദ് ദേവർഗോവിലിനെ പോലുള്ള ആളുകളാണ് ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഈ പള്ളിയെ തള്ളി പറഞ്ഞിട്ട് വരാനാണ് EMS കേരള കോൺഗ്രസ്സുകാരോട് പറഞ്ഞത്. ആ കേരള കോൺഗ്രസിന്റെ പ്രതിനിധി എന്താ പറഞ്ഞ ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും ഒക്കെ അവരെല്ലാം ഇപ്പൊ ഞാൻ നിന്ന് പ്രസംഗിക്കുന്നത് ഞങ്ങളങ്ങ് ഇടതുപക്ഷ മനസ്സ്, ആ ഇടതുപക്ഷ മനസ്സിൽ എത്ര പാർട്ടിയുണ്ട്, ഇടതുപക്ഷ രൂപവും ഇടതുപക്ഷ ഭാവവുമുള്ള പാർട്ടി. ഞാൻ ബൽദേവ് സാറിനോട് ഒരു കാര്യം പറയുന്നു, ഇന്നത്തെ ഏറ്റവും തമാശ നിറഞ്ഞ രാഷ്ട്രീയം അത് മറ്റൊന്നുമല്ല, ദേവഗൌഡയുടെ പാർട്ടി കേരളത്തിൽ അത് BJPയുമായിട്ട് എന്താ പറഞ്ഞ വടക്കേ ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ നിൽക്കുന്നു. ആ പാർട്ടിയുടെ അനുയായികൾ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. എന്നിട്ട് ഇവർ ഈ നാട്ടിൽ പറയുകയാണ് ഞങ്ങളാണ് BJPയെ കാലത്തെയും വൈകുന്നേരവും ഒക്കെ എതിർക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ ഇരട്ടത്താപ്പ്, ഇതുപോലെ എന്താ പറഞ്ഞ അപഹാസ്യമായ രാഷ്ട്രീയ നിലപാടുകൾ ഉള്ള ഒരു പ്രസ്ഥാനം ഈ CPM. ആ CPM ഇന്ന് മുഖ്യമന്ത്രി വെറുതെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, കേന്ദ്രം പൈസ തരുന്നില്ല, അല്ലെങ്കിൽ അത് തരുന്നില്ല, ഗവർണർക്കെതിരെയുള്ള പ്രസംഗങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ 2 ലക്ഷം RC ബുക്കും ലൈസൻസും അടിക്കാനുള്ള പേപ്പർ മേടിക്കാൻ പണമില്ലാത്ത ഒരു ഗവൺമെന്റ് ആണ്. ആ മുഖ്യമന്ത്രിയാ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നത് 2016 നമ്മൾ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ കേരളം എന്ത് അവസ്ഥയിലാകും. പണ്ട് 2 ധർമ്മക്കാർ ഒരു പള്ളി പെരുന്നാൾ സ്ഥലത്ത് കണ്ടുമുട്ടി. അപ്പൊ ഒരു ധർമ്മക്കാരൻ അടുത്ത ധർമ്മക്കാരനോട് പറയുക, രണ്ടുപേരുടെയും പണി തെണ്ടലാണ്. അപ്പൊ പറയാ ഈ പണി ചെയ്തില്ലായിരുന്നെ നമ്മൾ പണ്ടേ തെണ്ടിപ്പോയനേലോ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പൊ പിണറായി വിജയൻ പറയുന്നത്. 2 ലക്ഷം RC ബുക്ക് അടിക്കാൻ, അതിന്റെ പേപ്പർ മേടിക്കാൻ കാശില്ലാത്തവനാണ് നമ്മളോട് പറയുന്നത്, ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത്. 2016 ശേഷം നമ്മളൊന്ന് അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ കേരളം തൊണ്ടിപ്പോകുമായിരുന്നല്ലോ. അപ്പോ ഗവർണർ ഈ കാര്യത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുക്കണമെന്ന് തന്നെയാണ് ആ കാര്യത്തിൽ എന്റെ അഭിപ്രായം. ബാക്കി ഗവർണറുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിൽക്കുമ്പോഴും കേരളത്തെ ഇതുപോലെ മുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഇനി ഈ രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് അത് ഭാവി കേരളത്തിന് വലിയ അപകടകരമാണ് എന്ന് ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. യെസ്, ശ്രീ ഹരിദാസ്, ചോദ്യങ്ങളില്ല, 2 മിനിറ്റ് ശേഷിക്കുന്നു, പ്ലീസ്. ചോദ്യങ്ങൾ വേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
നായനാർ ഫോണിൻ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട്. നായനാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ, അതായത് ദുബായിലെ മറ്റേ താബൂക്ക് ചുമക്കുന്ന ഒരുത്തൻ പറഞ്ഞു, സാറേ ഞങ്ങൾ കമ്പ്യൂട്ടറൊക്കെ പഠിക്കാൻ പോയപ്പോൾ അതൊക്കെ തല്ലി തകർക്കാൻ പാർട്ടി പറഞ്ഞ പ്രകാരം തല്ലി തകർത്തതാണ്. ഇപ്പോൾ ഇവിടെ മറ്റുള്ളവർ മാന്യമായിട്ട് ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾ തലയിൽ ചുമടെടുക്കുന്ന പണിയാണ് ഗൾഫിലെന്ന് പറഞ്ഞപ്പോൾ നായനാർ പറഞ്ഞോടോ നമുക്ക് ബോധവും ബുദ്ധിയും ഉദിക്കാൻ കുറച്ച് സമയം പിടിക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതുപോലെ തന്നെ നാളെ ഇവർക്ക് ബോധവും ബുദ്ധിയും വന്നിട്ട് ഇവർ തീർച്ചയായിട്ടും പറയും ഈ ഗവർണറെ ഇങ്ങനെ വഴിയിൽ തടഞ്ഞത്, ഈ ഗവർണറെ യൂണിവേഴ്സിറ്റിയുടെ അധിപനായ ഗവർണറെ അവിടെ കാലുകുത്താൻ സമ്മതിക്കില്ലെന്ന് ഞങ്ങൾ പറഞ്ഞതൊക്കെ അബദ്ധമായിരുന്നു എന്ന്. ഹിമാലയൻ മണ്ടത്തരമെന്ന് ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാത്തതിന് പിന്നീട് പരിതപിച്ചവരാണിവർ. അതായത് ചെയ്തു പോയതെല്ലാം അബദ്ധം, ചെയ്യുന്നതും അബദ്ധം, ചെയ്യാനിരിക്കുന്നതും അബദ്ധം. അപ്പോൾ അത്തരത്തിൽ ഈ അബദ്ധങ്ങളിൽ നിന്ന് മോചനം നേടണമെങ്കിൽ, ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ബൾബ് കത്തണമെങ്കിൽ ഒരു 7 വർഷക്കാലം ഇവരോട് ഒത്തു പ്രവർത്തിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം ഇവർക്ക് കുറച്ച് സമയം വേണം. മറ്റുള്ളവരെമായി പെട്ടെന്ന് ആംബിയർ എടുക്കുന്ന ഒരു വിഭാഗമല്ല ഇവർ. ഇപ്പോൾ ഈ ചർച്ച നടക്കണ കാരണം അനിൽ നമ്പ്യാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതായത് പവിത്രമായ മണ്ണാണ് പിണറായി വിജയൻ കാലുകുത്തിയ സ്ഥലം എന്ന് പറഞ്ഞ വാസവൻ ഏറ്റവും പുതുതായിട്ട് പറഞ്ഞൊരു വാർത്ത മൊബൈലിൽ ഇപ്പോൾ കണ്ടു. അതായത് ദൈവം തന്ന വരദാനമാണ് ഈ പിണറായി വിജയൻ എന്ന്. ദൈവം തന്ന വരദാനം. ദൈവം എന്ന് പറയുന്നത് സാങ്കല്പികമാണ് എന്ന് പാർട്ടി ക്ലാസ്സുകളിൽ കേട്ടു വളർന്ന എനിക്ക് ഇപ്പൊ ഈ വാസവന്റെ ഈ വാക്ക് കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ബൽദേവ് സച്ചിദാനന്ദ് എൻ്റെ 7 വർഷം പാഴാക്കി കളഞ്ഞതിന് ഞാൻ അങ്ങേയറ്റം ദുഃഖിക്കുകയാണ്. അതായത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ച വ്യക്തി പറയുന്നത് എന്താണെന്നറിയോ? നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്താൻ വാഹനം വിട്ടുകൊടുത്ത വ്യക്തി ആലപ്പുഴയിലെ പറയുന്നത് 4 നേരം നിസ്കരിക്കുന്നവനാണ് ഞാൻ, വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഇപ്പോഴത്തെ കൊച്ചി മേയർ ഞാൻ പങ്കെടുത്ത ചർച്ചയിലെ ബ്രഹ്മപുരം മാലിന്യ ക്ഷമിക്കണം 5 നേരം നിസ്കരിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ശ്രീ അനിൽ ഇപ്പോഴത്തെ കൊച്ചിൻ മേയർ ബ്രഹ്മപുരത്ത്, അതായത് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അഴിമതിയുമായി തനിക്ക് ബന്ധമില്ലെന്ന് പറഞ്ഞതിന്റെ ഒരു വാക്ക് താങ്കൾ കേൾക്കണം. അതായത് ഞാൻ എൻ്റെ വീട്ടിലുള്ള അമ്മയെയും എൻ്റെ മക്കളെയും പിടിച്ച് സത്യം ചെയ്യാം എനിക്ക് ഇതിലെ യാതൊരു ഈ അഴിമതിയിൽ പങ്കുമില്ലെന്ന്. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയല്ലേ ശ്രീ ബലദേവ് സച്ചിദാനന്ദ്? ഒരു വ്യക്തി ചവിട്ടിയ മണ്ണ് പവിത്രമായി സൂക്ഷിക്കേണ്ടതാണെന്ന് പറഞ്ഞത് മാത്രമല്ല ദൈവം തന്ന വരദാനമാണ് ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്നു. ശരി, അതൊക്കെ പോട്ടെ. ശ്രീ താങ്കൾ പ്രോട്ടോകോളിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ബ്ലൂ ബുക്കിനെ പറ്റി പറഞ്ഞപ്പോ ഈ നമ്മുടെ ഒരു അതെ കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീ നിർമ്മല സീതാരാമൻ എന്തുകൊണ്ടും പിണറായി വിജയനേക്കാൾ സൂക്ഷിക്കപ്പെടേണ്ട വ്യക്തിയാണ്. കാരണം ഇദ്ദേഹത്തിനുള്ളതിനേക്കാൾ കൂടുതൽ ആപത്തുകളും ഇദ്ദേഹത്തിനുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ പറയില്ലേ ഇത്തരത്തിലുള്ള ഭീഷണികളുമുള്ളൊരു വ്യക്തിയാണ്. അവരെ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് താങ്കൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് അവർ പോകുന്ന ഒരു ഡിസയർ കാറിലാണ്. അവർ പോകുന്നത്. അവർക്ക് മുന്നിലുമില്ല വാഹനം, പിന്നിലുമില്ല വാഹനം. ഞാനൊക്കെ അത് കാണുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇത്തരത്തിൽ ഒരു ഡിസയർ കാറിന്റെ മുൻപിലും പിന്നിലും ഓരോ പോലീസ് വാഹനത്തോടു കൂടി ഈ 2.5 കിലോമീറ്റർ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്ന ഒരു മുഖ്യമന്ത്രിയെ കണ്ടുകൊണ്ട് ഈ 63കാരനെ മരിക്കാനാകണമേ എന്ന് പറയുമ്പോൾ തന്നെ സംസ്ഥാനത്തിന്റെ ഭരണാധിപരിൽ മുഖ്യനായ ഒരു വ്യക്തിക്ക് യാതൊരുവിധ സുരക്ഷയും കൊടുക്കാൻ കഴിയാത്ത ഈ സർക്കാരിന്റെ പിടിപ്പുകേടിനെ പറ്റിയിട്ട് സർക്കാർ ഒരു പുനരാലോചന നടത്തണം എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഗവർണറുടെ സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്രം കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന റിപ്പോർട്ട് തന്നെയാണ്, വാർത്തകൾ തന്നെയാണ് പുറത്ത് വരുന്നത്. കാത്തിരുന്ന് കാണാം. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.